ഇന്ന് ഞാനൊരു ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ആഡ് ചെയ്യണം. എന്നിട്ട് ഇഞ്ചി, വെളുത്തുള്ളി നീളത്തിനരിഞ്ഞ് ആഡ് ചെയ്ത് ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് സവാള നീളത്തിനരിഞ്ഞയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗോൾഡൻ ഒന്നും ആവണ്ട, നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് വീട്ടിൽ പൊടിച്ച ഗരം മസാല 2 ടീസ്പൂണാണ് യൂസ് ചെയ്തേക്കുന്നത്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒന്ന് വെള്ളം ഇറങ്ങുന്ന വരെ വേവിച്ചിട്ട് പിന്നെയും ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കണം. എന്നിട്ട് ഒന്ന് തിള വരുമ്പോൾ 2 തേങ്ങാപ്പാൽ ഒഴിക്കണം. അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് 1 തേങ്ങാപ്പാൽ ഒഴിച്ച് നെയ്യിൽ വറുത്തെടുത്ത കശുവണ്ടിപ്പരിപ്പും പിന്നെ ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുത്തത് ഇതിൽ ആഡ് ചെയ്താൽ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ബ്രെഡും സ്റ്റൂവും അതാണല്ലോ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ബ്രയോഷ് ബ്രെഡാണ്. ബ്രയോഷ് ബ്രെഡും ചിക്കൻ സ്റ്റൂവും പിന്നെ ചിക്കൻ ഫ്രൈയും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്റ്റൂ റെസിപ്പിയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്